ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണേ. രാവിലെ ചോറ് കൊണ്ടുപോകാനായി ചോറ്, തേങ്ങാ ചമ്മന്തി, ചക്കക്കുരു തോരൻ, പിന്നെ നമ്മുടെ വെള്ളക്കാന്താരിയാണ്. നമ്മൾ ഈ ഉണക്കമീൻ മറക്കലോട്ട് കഷ്ണിച്ചിടാണ് കൊണ്ടത്. ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കി മുളക് ഇവിടൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി ഇവിടെ ഇഞ്ചി ഈ ഓമ പെയ്ത് അങ്ങോട്ട് നടണവന് വെള്ളക്കാന്താരി. ഇവിടെ ഇത്രയാണ് നമ്മൾ ചെടിക്കകം വൃത്തിയാക്കിയത്. ഇനി ഈ ചെടിയുടെ കുറച്ച് മണ്ട വെട്ടി മാറ്റിക്കൊണ്ട് നടണം. വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പുറത്തുകൊണ്ട് നടാം. കട്ട് ചെയ്ത ചെടി നട്ട് വെച്ചത് അത്രയിടം കട്ട് ചെയ്ത് തികഞ്ഞില്ല. പിന്നെ ഞാൻ അപ്പുറത്തുനിന്നും കൂടെ കുറച്ച് കട്ട് ചെയ്തു. ഇവിടെ വരെ ഈ റോസ് കളറിലെ ചെടി അപ്പുറത്തൊക്കെ നിന്നതായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നട്ടു. അതിനുശേഷം ഈ പർപ്പടപ്പിൽ ഇങ്ങനെ നീളത്തിൽ പറിച്ച് നട്ടു. 2 ദിവസം കഴിയുമ്പോൾ അത് വേരാവും. അപ്പം നല്ല ഭംഗിയാവും. കണ്ടോ, ഇങ്ങനെ ആക്കി. കുപ്പിക്കകത്തിരിക്കുന്ന ചെടികൾ നേരത്തെ ഇരുന്നതാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ കൊള്ളാമെന്ന് നോക്കണം കൂട്ടുകാരെ. ഇവിടെ ഇങ്ങനെ വയലറ്റ് കളറിലൊരു ചെടി കട്ട് ചെയ്ത് വെച്ചിട്ട് പച്ച ഇലയുള്ള കുഞ്ഞ് ഇലയുള്ള ചെടികൾ ചുറ്റിനും വെച്ച്. അപ്പോൾ അത് പച്ച ഇല നല്ല തിക്കാകുമ്പോൾ നല്ല ഭംഗിയാവും കാണാൻ. അപ്പോൾ നമ്മളിന്ന് നട്ടതല്ലേ ഉള്ളൂ. ഒത്തിരി ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കട്ടിക്ക് നിർത്തും. അതുപോലെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വയലറ്റ് കളറിലെ ഈ ചെടി നമ്മൾ കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ നീളത്തിലങ്ങ് പൊന്തി വരും. നീളം പോലെ ആയിപ്പോവും. പക്ഷെ ഞാനത് കട്ട് ചെയ്താണ് നിർത്തുന്നത്. ഇതുണ്ട്, ഇതിനകത്ത് നിന്നാണ് കട്ട് ചെയ്ത് നടത്തുന്നത്. അപ്പോൾ ഇത് ഞാനിനി കട്ട് ചെയ്തില്ല. കട്ട് ചെയ്യുമ്പോൾ നല്ല കൃഷിയായിട്ട് നിൽക്കും. അതേപോലെ ദേ നിൽക്കുന്ന ചെടി ഉണ്ടോ. ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗിയാണ്. ഇല്ലെങ്കിൽ അങ്ങ് നീളത്തിലായി. കട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ അല്ലെങ്കിൽ അങ്ങ് നീളത്തിലാവും. ഇനി വൈകുന്നേരം ചോറ് വെക്കാനായിട്ട് നമുക്ക് അടുപ്പിൽ തീയൊക്കെ കത്തിക്കാം. അപ്പോൾ വിറവിന് ഇച്ചിരി ക്ഷാമമാണ്, വിറകില്ല. ചൂടൊക്കെ വെച്ച് അടുപ്പിൽ തീ പിടിപ്പിക്കണം. തീ പിടിപ്പിച്ചിട്ട് വേണം കഞ്ഞിക്ക് വെള്ളം അടുപ്പേ വെക്കാൻ. കൊച്ചുമോൻ വന്നില്ല. കൊച്ചുമോൻ വൈകുന്നേരം വരാമെന്നും പറഞ്ഞ് പോയതാ. അവൻ ഇതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല. മോക്ക് പിന്നെ വൈകുന്നേരമായിരുന്നു. മോളതുകൊണ്ട് ജോലിക്ക് പോയി. അങ്ങനെ കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചു. പിന്നെ ഇന്ന് നമുക്ക് ഇവിടെ ഓമല്ലൂർ അമ്പലത്തിലെ ഉത്സവം നാളെയും കൊണ്ട്, ഇന്ന് 9ാം ദിവസമാണ്. അപ്പം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ മോള് 7:30 വരെ മോക്ക് ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ അമ്പലത്തിലോട്ട്. അതിനായിട്ട് നേരത്തെ ജോലിയൊക്കെ ഒതുക്കുന്നേ. നമുക്കിനി അരി എടുക്കാം കൂട്ടുകാരെ. അരി കഴുകുകയാണ്. ഫോണിന് എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് കൂട്ടുകാരെ. അതുകൊണ്ട് ഫോണ് കട്ടായി പോവുക, ഇനി വെട്ടം ഇങ്ങനെ മാറിപ്പോകുന്നു, എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഇല്ല. അരി കഴുകി പാത്രത്തിൽ ഒഴിച്ച് വെക്കാൻ മറന്നുപോയി വെള്ളം. ഞാൻ അതൊക്കെ ചെടിക്കും ഒക്കെ കൊണ്ടൊഴിക്കുന്നേ, അരി കഴുകുന്ന വെള്ളമായിരുന്നു. പക്ഷെ ഇന്ന് അത് മറന്നു. ഇതായി വീഡിയോ എടുക്കാൻ നമ്മൾ നിന്ന് കഴിയുമ്പോൾ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മറക്കും. അതാണ് ഞാൻ പാചകം ചെയ്യുമ്പോൾ അങ്ങനെ വീഡിയോ അങ്ങനെ എടുക്കാൻ നിൽക്കാത്ത കാര്യം. പടപടയും ചെയ്ത് പോകുമ്പോൾ പറ്റാതായി. അരി അടുപ്പത്തിട്ടു. അരി വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പാത്രമുണ്ട് കഴുകാൻ. അതൊന്ന് കഴുകിയെടുക്കാം. രാവിലെ കുറച്ച് പാത്രമേ കഴിയുള്ളൂ. പിന്നെ ഞാൻ വെളിയിലൊക്കെ കുറേ ജോലി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ അന്നേരം ഞാൻ വീഡിയോ എടുക്കാനും പറ്റില്ല കൂട്ടുകാർ. ജോലി ചെയ്ത് പോകുമ്പോൾ അങ്ങനെ പോവുക, മറന്നു പോകും വീഡിയോ എടുക്കാൻ. അതാണ് പ്രശ്നം. പിന്നെ കുറച്ച് പാത്രം അതിൽ കഴുകിയാണ് വെച്ച്.
നമ്മുടെ പാത്രം കഴുകെല്ലാം കഴിഞ്ഞു. സാമ്പാർ വെക്കാം. അപ്പോൾ അതിനായിട്ട് പച്ചക്കറികൾ കുറച്ചിരുന്നൊക്കെ അങ്ങ് എടുക്കാമെന്ന് വെച്ച് ഇതിലേനി ഇരുന്ന പന്നലായി. സാമ്പാറിനുള്ള അരപ്പൊക്കെ തയ്യാറാക്കി. പിന്നെ സാമ്പാർ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കടുക് വറുത്തതിനകത്തോട്ടിട്ട് ഇളക്കി പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് ഇളക്കി. അപ്പോൾ സാമ്പാർ ഇവിടെ വെന്തിരിപ്പുണ്ട്. അരപ്പ് ചേർക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായി. ഞാനിങ്ങനെ കലത്തിലോട്ട് മാറ്റി. പക്ഷേ കലത്തിനകത്ത് വേവിച്ചെടുക്കുമ്പോൾ അല്ല, കുക്കറിനകത്ത് വേവിക്കുന്ന സാമ്പാർ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അത് വെന്തെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പിന്നെ വെച്ച് കലത്തിലോട്ട് ഒഴിച്ച് വെക്കാമെന്ന് അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഇഷ്ടമില്ല.